ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വടുകപ്പുളി നാരങ്ങ അച്ചാറിടുന്നതാണ്. അത് ആദ്യമായിട്ട് ഞാനിവിടെ ആവിയൊക്കെ കയറ്റി വെച്ചതാണ്. അത് കാണിക്കാൻ പറ്റിയില്ല. ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ച് അതിൻ്റെ തട്ടിലേക്ക് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് അതിൻ്റെ മേലെ വെച്ച് ആവി കയറ്റുക. ആവി കയറ്റിയതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് പോവാനാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ നാരങ്ങയാണ്, വടുകപ്പുളി. ഞങ്ങളവിടെ മരമുണ്ട്, അതിന്മേൽ ഉണ്ടായതാണ്. ഇത് ഒന്നിപ്പോൾ ആദ്യമായിട്ടൊന്ന് പഴുത്ത് ഇനി കുറച്ച് പഴുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഒന്ന് പൊട്ടിച്ചിട്ട് ഇപ്പോൾ അച്ചാറിടുകയാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഓണത്തിനൊന്നും ഇതായി ഉണ്ടായിരുന്നില്ല അച്ചാറിടുക, അപ്പോഴാണ് ഇത് പഴുത്തത്. ഇപ്പോൾ ഇതെങ്ങനെയാണ്, അപ്പോൾ വെള്ളം വെച്ച് ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് അതിൻ്റെ തട്ടിൽ ഇത് വെച്ച് ആവി കയറ്റി നല്ലോണം ചൂടാറിയതിന് ശേഷം നല്ല തുടച്ച് വെള്ളമില്ലാണ്ട് നല്ല തുടച്ചിട്ട് വേണം ഇത് നുറുക്കാൻ. അതുപോലെ തന്നെ ഇട്ട് വയ്ക്കണ പാത്രത്തിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പം നമുക്കിത് നുറുക്കണത് എങ്ങനെയാണെന്ന് കാണാം. നുറുക്കി നടു പൊളിച്ച് ഇങ്ങനെ നടു പൊളിച്ച് നടു പൊളിച്ചിട്ട് ഈ മുകളിലത്തെ ഈ വെള്ളയൊക്കെ ഒന്ന് ചെത്തി കളയണം, കുരുവൊക്കെ കളയണം. കുരുണ്ടാവും അതിൽ. കുരുണ്ടായാൽ അധികം കയ്പ്പൊക്കെ ആവും. അപ്പോൾ കുരുവൊക്കെ നന്നായി കളഞ്ഞിട്ട് വേണം ഇത് നുറുക്കാൻ. ഇത് മുഴുവൻ നുറുക്കിയിട്ട് കടിക്കാം. ഇതിപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് മുഖത്തെ തൊലൊക്കെ തട്ടി ചെത്തി കളഞ്ഞിട്ട് ഇനി നമുക്കിത് ചെറുതായി കഷ്ണങ്ങളായിട്ട് നുറുക്കാം. അപ്പോൾ അതാ നുറുക്കലൊക്കെ കഴിഞ്ഞു. ഇനി കല്ലുപ്പ് ഇട്ടേക്കാം നമുക്ക്. കല്ലുപ്പാണ് നല്ലത്. ഒരു 4 മണിക്കൂർ കല്ലുപ്പ് ഇട്ടിട്ട് വെക്കണം. അതിന് ശേഷം പിന്നെ മുളകൊക്കെ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ 4 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. കല്ലുപ്പൊക്കെ ചേർത്ത് വെച്ച് ഇനി 4 മണിക്കൂർ കഴിയട്ടെ. അച്ചാറിന് വേണ്ടി കുറച്ച് കടുക് വറുക്കണം. കടുക് കുറച്ച് വറുക്കണം. പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. കുറച്ച് കടുകാണ് ഇനിയിപ്പോൾ വറുക്കണത്. കടുക് ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. പൊട്ടുന്ന വരെ കടുക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ, നല്ലെണ്ണയാണ്, എള്ളെണ്ണ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ചൂടായ കുറച്ച് അതിന് മാറ്റി വയ്ക്കണം.
ലാസ്റ്റ് നമുക്ക് അത് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനാണ്. നാരങ്ങയ്ക്ക് ഇത് ചൂടായതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാറ്റി വയ്ക്കണം. നാരങ്ങ ഉപ്പിട്ടിട്ട് ഇപ്പോൾ 4 മണിക്കൂറായി. നിങ്ങൾക്ക് ഇനി രാത്രി ഉപ്പിട്ട് വെച്ചിട്ട് നേരം വെളുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത്രയും ഉപ്പ് പിടിക്കുകയില്ല. ഞാനിപ്പോൾ ഒരു 4 മണിക്കൂർ ആണിപ്പോൾ അത് ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കായം വറുക്കിടാം. കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കട്ടക്കായാണ്. അത് ഞാൻ കടുക് കൂടെ ചൂടാറിയ പൊടിക്കും. ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കടുകും കൂടി ഒന്ന് വറുത്ത് പൊടിക്കണം, കായം കൂടിയിട്ട്. ഞാൻ കായം വറുത്ത് കോരിയുണ്ട്. അത് ഈ കടുകിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. ഇത് കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക്, പിന്നെ ഒരു പിടി കൈപ്പിടിയോളം വെളുത്തുള്ളി. ഒക്കെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം നമുക്ക്. വെളുത്തുള്ളി വലുതൊക്കെ ആണെങ്കിൽ നടു കീറിയിടുക. പച്ചമുളകും എരിവിനനുസരിച്ച് നല്ല എരിവുള്ള പച്ചമുളകൊക്കെ വെച്ചെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഞാൻ നല്ല എരിവുള്ള പച്ചമുളകാണ്, അതൊരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂക്കട്ടെ. ഇത് നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നെ ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ, അല്ലെങ്കിൽ കരിയാനുള്ള സാധ്യത ഉണ്ട്. ഇത് കരിയാൻ പാടില്ല. കരിഞ്ഞാൽ നമ്മളെ അച്ചാറിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ചേർക്കാൻ കാശ്മീരി മുളകും പൊടിയാണ് എടുത്തുള്ളത്. അത് അച്ചാറിന് നല്ലൊരു കളറ് കിട്ടും. ഒരു 6 ചെറിയ ടീസ്പൂണിന് 6 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം വയ്ക്കാൻ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ സ്റ്റവ് ഒന്ന് കത്തിച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് ഇടാം. അതിലേക്ക് നമ്മൾ നാരങ്ങ ഒരു 4 മണിക്കൂർ വെച്ചപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക.
അതിലെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 1.5 ടീസ്പൂണ് 1.5 ടീസ്പൂണോ 1 ടീസ്പൂണൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ടീസ്പൂൺ കൊണ്ട് ഒരു 1.5 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പുളി ഒന്ന് ക്രമീകരിക്കുകയും ചെയ്യും. നമ്മളെ നല്ല രുചിയുള്ള അടിപൊളി വടുകപ്പുളി എന്നും പറയും, വടുവപ്പുളി എന്നും പറയും അച്ചാറ് റെഡിയായി. ഇനി ഇതിലേക്ക് കടുകും ഉലുവപ്പൊടിയും കടുകും കായും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ കായും കടുകും കൂടി പൊടിച്ചിട്ട് വരട്ടെ. ഇതിപ്പോൾ കായും ഉലുവയും കടുകും കൂടി പൊടിച്ചതാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് ഇതിൽ. സുർക്കൊന്നും വയ്ക്കാണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കേടുകൂടാതെ കുറച്ച് നാളിരിക്കും. നമുക്ക് അതിൻ്റെ മുകളിൽ മാറ്റി വെച്ച എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാക്കിയതിന് ശേഷമാണ് നമ്മളത് മാറ്റിയത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു ദിവസം ഇത് കാറ്റൊന്നും കടക്കാണ്ട് അടച്ച് വെച്ചിരിക്കണം. അപ്പോൾ നമ്മളെ നല്ല രുചിയുള്ള നാരങ്ങാച്ചാറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു ദിവസം നമുക്ക് കാറ്റ് എയർ കടക്കാതെ അടച്ച് വെച്ച് പിറ്റേ ദിവസം ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ ആക്കി സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ചെയ്ത് നോക്കുക. വടുവപ്പുളി മേടിച്ചിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.